ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിങ്സ് ബൈ രാമി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു ജാപ്പനീസ് സ്കിൻ വൈറ്റനിങ് ഫേസ് ക്രീമാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് പോണത്. അതിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ എടുക്കുന്നത് ഇവിടെ പച്ചരിയാണ് എടുക്കുന്നത്. പച്ചരി എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ രാവിലെ കപ്പിക്കൊക്കെ എടുക്കുന്നത് പച്ചരി. ഓക്കെ, ആ പച്ചരി എടുത്തതിന് ശേഷം നല്ലപോലെ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതിൽ അഴുക്കും പൊട്ടും പൊടിയൊക്കെ കാണും. അപ്പോൾ ഒരു 4 വെള്ളത്തിലെങ്കിലും നിങ്ങൾ നല്ലപോലെ കഴുകിയെടുക്കാൻ വേണ്ടി നോക്കുക. അതിനുശേഷം ഞാൻ ചായപാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അരി മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അരി മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഗ്യാസിലോട്ട് വെച്ചിട്ട് നല്ലപോലെ ചോറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നല്ലപോലെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. ഇതൊരു പകുതി വേവ് എത്തിയപ്പോഴുള്ളതാണ്. അപ്പം ഞാൻ മുഴുവനായിട്ട് നല്ലപോലെ ചോറാക്കി നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഇത് അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് അരയുന്ന പാകത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അത് ഇതുപോലെ പേസ്റ്റ് പോലെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്കൊരു കോട്ടൻ്റെ തുണിയാണ് വേണ്ടത്. കോട്ടൻ്റെ തുണിയിൽ വെച്ച് അരിക്കണതാണ് നല്ലത് കേട്ടോ. അരിപ്പയിൽ വെച്ച് അരിക്കുന്നതിനേക്കാളും കോട്ടൻ്റെ തുണിയിൽ വെച്ച് അരിക്കണതാണ് നല്ലത്. നല്ല പണിപ്പെട്ട് വേണം കേട്ടോ നമ്മൾ അരിക്കാൻ വേണ്ടി. ഇത് മാത്രമേ ഇച്ചിരി കഷ്ടമായിട്ടുള്ളത് കണ്ടോ. ഞാൻ നല്ലപോലെ ബലം പിടിച്ചങ്ങോട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റൈസ് പേസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത് വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ആണ്. ഒരു 2 എണ്ണം നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതൊരു 2 ആഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ നമുക്ക് കേട് കൂടാണ്ടിരിക്കും കേട്ടോ. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ്. അതുപോലെ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ 2 വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ചേർത്തതിന് ശേഷം നല്ലപോലെ അതിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമുക്ക് വേണ്ടതായിട്ടുള്ളത് അലോവേര ജെല്ലാണ് കേട്ടോ. അലോവേര ജെൽ എൻ്റെ സ്കിൻ വന്നിട്ട് നല്ല ഓയിലി സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അലോവേര ജെൽ എടുക്കുന്നത്. നിങ്ങളെ സ്കിൻ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും 1 ടേബിൾ സ്പൂൺ ആൽമണ്ട് ഓയിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അലോവേര ജെല്ലും ഇതിൽ നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിയോ, ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടില്ലേ? എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ വീട്ടിൽ ഒഴിഞ്ഞ ബോട്ടിലുണ്ട്, ഏതെങ്കിലും കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് കാലിയായ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഇത് നിറച്ച് വെക്കാം കേട്ടോ. 2 ആഴ്ചയോളം നമുക്ക് കേട് കൂടാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റണ ഒരു ക്രീമാണ്. ഈ ഒരു ക്രീം നമുക്ക് കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ക്രീം ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ മുഖത്ത് വന്നിട്ട് പോയിട്ടുള്ള കുരുക്കളുടെ പാടൊക്കെ നല്ലപോലെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രീം ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഫേസിൽ മൊത്തം കുരുക്കൾ വന്നിട്ടുള്ള പാടായിരുന്നു. അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ. നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആവാനും സ്കിൻ വൈറ്റനിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ്. അപ്പോൾ ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ ഫേസിൽ നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ ഈ ഒരു ക്രീം നമ്മളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. 100% നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നത്, നോ കെമിക്കലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് തുടങ്ങിക്കോളൂ. അപ്പോൾ ഞാൻ എന്താ ഡോട്ട് പോലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഫേസിൽ നമ്മൾ ക്രീം ഒക്കെ ഇടുന്നത് പോലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒറ്റ ലെയറൊക്കെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫേസിൽ ഇട്ടതുപോലെ പോലും നമുക്ക് തോന്നില്ല കേട്ടോ. കാരണം അത്ര നമ്മുടെ ഫേസുമായിട്ട് ഇണങ്ങി ചേരുന്ന ഒരു ക്രീമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇടുന്ന സമയത്ത് കഴുത്തിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ കഴുത്തിലുണ്ടാകുന്ന ഡിസ്കളറേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ്. അപ്പോൾ ഇത് ചെറിയൊരു മസാജ് കൊടുത്ത് ഫേസിൽ എല്ലായിടത്തേക്കും പറ്റിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രീമാണ്. ഇത് അപ്ലൈ ചെയ്തൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു ഡ്രൈ ആവുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ പോയി വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇൻ കേസ് ഇതിൽ ഓയിൽസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡ്രൈ സ്കിൻ ആണ് ഓയിൽസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ഡ്രൈ ഒന്നും ആവില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ, ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയുന്നതാണ്. നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക്നെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രീം നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സബ്സ്ക്രൈബ് ആണ് തൊട്ടിപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്. ഇത് എനേബിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.